മനുഷ്യനും ആനയ്ക്കുമൊക്കെ സുഖചികിത്സ നൽകുന്നതിനെപ്പറ്റി പലപ്പോഴായി നമ്മൾ വാർത്തയിൽ കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ നായ്ക്കൾക്കും സുഖചികിത്സയുണ്ട്. അത് നൽകുന്നത് വി സുരേഷ് കുമാർ എന്ന ചേട്ടനാണ്. ചേട്ടനെ അറിയപ്പെടുന്നത് തന്നെ കമാൻഡോ സുരേഷ് എന്നാണ്. നായ്ക്കൾ അന്നും ഇന്നും എന്നും മനുഷ്യന്റെ ഉറ്റ ചങ്ങാതിയാണ്. മനുഷ്യനോടൊപ്പം ചേക്കേറിയ മുതൽ മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങളും നായ്ക്കൾക്ക് വന്നു തുടങ്ങി. ആഹാരത്തിലെ മാറ്റങ്ങൾ, കാലാവസ്ഥ, വ്യായാമമില്ലായ്മ, ബ്രീഡിംഗ് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നായയുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഡോഗ് കുരയ്ക്കുന്നില്ല, ആക്റ്റീവ് അല്ല, കിടപ്പാണ്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ പല ഡോഗും ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം, പല അസുഖം വന്ന ട്രീറ്റ്മെൻറ്റിന് ശേഷം പിന്നെ കുറച്ച് അവശത അനുഭവിക്കുന്നു എന്ന് പറയും. ഇങ്ങനെയുള്ള ഡോഗുകൾക്കാണ് ഞാൻ സുഖചികിത്സ ചെയ്യുന്നത്. മസാജ് ചെയ്യുമ്പോൾ സ്കിന്ന് നല്ല ആക്റ്റീവാകും. ആക്റ്റീവായി കഴിഞ്ഞാൽ അതിൽ രോമങ്ങൾ ഇളകി വരത്തില്ല. രണ്ടാമത് ഇത് ചെയ്ത് കഴിഞ്ഞ് മസാജ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെവിയാണ്. അതിനാദ്യം നമ്മൾ ഇയർ ഡ്രോപ്സ് കൊണ്ട് ക്ലീൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വളരെയധികം കുറയും. ഇവിടെയാണ് നായ്ക്കൾക്ക് സുഖചികിത്സ ആവശ്യമായി വരുന്നത്. നായ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് വെറ്ററിനറി ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയാൽ ചികിത്സ തുടങ്ങാം. ഭക്ഷണം, ഗ്രൂമിംഗ്, ഫിസിയോതെറാപ്പി തുടങ്ങി ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷം നായ പൂർണ്ണ ആരോഗ്യവാനാകും. ഇടയ്ക്ക് ഡോഗ് കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു, കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കുറച്ച് ട്രിപ്പൊക്കെ എടുത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു കമാൻഡോ സുരേഷ് സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയുന്നത്. നല്ല വ്യത്യാസമുണ്ട്. പ്രായാധിക്യം മൂലം നടക്കാൻ കഴിയാത്ത നായ്ക്കൾ, വൈകല്യങ്ങളുള്ള നായ്ക്കൾ, വാഹനാപകടത്തിൽ പരിക്കേറ്റ നായ്ക്കൾ, അങ്ങനെ എല്ലാ നായ്ക്കൾക്കും കമാൻഡോ സുരേഷ് രക്ഷകനാണ്. ആർക്ക് ഡോഗിന് വേണ്ടെങ്കിലും ഇനി ദയവ് ചെയ്ത് നിങ്ങൾ റോഡിൽ കൊണ്ട് ഉപേക്ഷിക്കരുത്. എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അതിനെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വളർത്തുന്നവരെ കണ്ടുപിടിച്ച് കൊടുക്കാം. ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് സേവനങ്ങൾ നായ്ക്കൾക്കായി സുരേഷ് ഒരുക്കിയിട്ടുണ്ട്. ഈ ട്രിവാൻഡ്രത്ത് എവിടെ പട്ടി ചത്തുപോയി കഴിഞ്ഞാലും എന്നെ വിളിച്ച് പറയും. ഞാനത് ഡോഗിനെ സിറ്റിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആംബുലൻസിൽ എടുത്തുകൊണ്ട് വന്ന് അത് നമ്മൾക്കൊരു ക്രിമിറ്റോറിയം ഉണ്ട് പേടിൻ്റെ അടുത്ത്. അവിടെയുള്ള ക്രിമിറ്റോറിയത്തിൽ ഞങ്ങളത് അടക്കം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ വാടകയ്ക്ക് പട്ടിയെ കൊടുക്കുന്നുണ്ട്. ഒരു നായയുടെ ജനനം മുതൽ പരിചരണം വരെയും പിന്നീട് മരണശേഷം അതിൻ്റെ ക്രിമേഷനിലേക്ക് വരെയുള്ള കാര്യങ്ങൾ ഈ കമാൻഡോ സുരേഷ് ഏട്ടൻ ഈ കമാൻഡോ എന്ന സ്ഥാപനം വഴി ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്കൊപ്പം ഗോകുൽ ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഗോകുൽ, എങ്ങനെയാണ് ഈ നായയുടെ സുഖചികിത്സ? ജയലക്ഷ്മി, പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനും ആനയ്ക്കും ഒക്കെ സുഖചികിത്സ പലപ്പോഴായി നമ്മൾ കേട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ലോകത്തെല്ലായിടത്തും പല രീതിയിൽ പല ഭാവത്തിലൊക്കെ നിലനിൽക്കുന്ന ചികിത്സാ സമ്പ്രദായമാണ്. പക്ഷേ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന, നമുക്കൊപ്പം എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നായ്ക്കൾക്ക് അങ്ങനെ ഒരു ചികിത്സ എന്തുകൊണ്ടില്ല എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ആ ഒരു ചികിത്സാ സമ്പ്രദായം കൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ചേരുന്നുണ്ട്. ഭക്ഷണം, അതുമായി ബന്ധപ്പെട്ട ഗ്രൂമിങ്, നമ്മളിപ്പോൾ ഈ കണ്ട ദൃശ്യങ്ങളിലൊക്കെ ഗ്രൂമിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പറയുന്നത്. പക്ഷേ ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ, വ്യായാമം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ സുരേഷ് ഏട്ടനെ അങ്ങനെ അറിയാത്തവർ തിരുവനന്തപുരത്ത് വളരെ കുറവായിരിക്കും. കാരണം ഈ K9 ക്ലബ്ബ്, അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട് ഷോയ്ക്കൊക്കെ ഡോഗുകളെ ഇറക്കുന്ന ആളാണ് സുരേഷ് ഏട്ടൻ. അതുമാത്രമല്ല, മുൻപ് പോലീസ് നായ്ക്കൾക്കൊക്കെ പരിശീലനം നൽകുകയും പോലീസിന് സുദീർഘമായ സേവനങ്ങളൊക്കെ പലപ്പോഴായി നൽകിയിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ തന്നെയാണ് ഈ കമാൻഡോ എന്ന സ്ഥാപനം പോകുന്നതും. അവിടെ നായ്ക്കൾക്ക് പലപ്പോഴും ഈ സിറ്റി ലൈഫിനകത്ത് നായ്ക്കൾ ഈ 4 ചുവരിനകത്ത് ഒതുങ്ങിപ്പോവുകയും വ്യായാമമില്ലാതെയൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലുമൊക്കെ വളരുന്ന നായ്ക്കൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിലെ ടൈൽസിലൂടെയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നായ്കൾക്ക് കൃത്യമായി തറയിൽ നിലയുറപ്പിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കാലുകൾ വളഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വെൽനസ് ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഒരു ആവശ്യം ഉണ്ടാകുന്നത്. എന്തായാലും നായകളുടെ സുഖചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് ഈ സ്റ്റോറി കണ്ടപ്പോൾ മനസ്സിലായി. അവരെ രക്ഷപ്പെടുത്താൻ സുരേഷ് ഏട്ടനുമുണ്ട്.